ലോക സൈക്കിൾ ദിനത്തിൽ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് തിരുവല്ല കടപ്ര നിരണം സ്വദേശി ഗോപകുമാർ. തടിയിൽ നിർമ്മിച്ച സൈക്കിളിലാണ് ഗോപകുമാറിന്റെ ഇത്തവണത്തെ സവാരി. ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം ലോക സൈക്കിൾ ദിനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗോപകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സൈക്കിൾ മുക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഇതല്ലേ? അതെ അതെ. ഇവിടെ ഇങ്ങനെ ഈ തടി കൊണ്ടൊക്കെ ഒരു സൈക്കിൾ ഉണ്ടാക്കിയ ഒരു ഗോപകുമാർ എന്ന് പറഞ്ഞ ആളെ കാണാൻ വേണ്ടിയാ. അത് ഞാൻ തന്നെയാ. ഇതാ സൈക്കിൾ. ഓ അത് ശരി. എന്നാ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇത് ചവിട്ടാനൊക്കെ പറ്റുമോ? പിന്നെ ഒന്നല്ലയോ? ഓക്കെ. അങ്ങനെ ഈ തടി ആയതുകൊണ്ട് ഒടിഞ്ഞൊന്നും പോകത്തില്ല. കേരള വിഷന്റെ പ്രേക്ഷന് വേണ്ടി നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് സമീപമുള്ള നിരണത്തിന്, അതായത് കടപ്ര നിരണത്തിന് സമീപമുള്ള സൈക്കിൾ മുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടാണ് ഇന്ന് ഈ സൈക്കിൾ ദിനത്തിൽ സൈക്കിളിന്റെ പ്രത്യേകതയുമായി ഈ സൈക്കിൾ നിർമ്മിച്ച ഗോപകുമാരോട് നമ്മളെ വിശേഷം പങ്കെടുക്കുന്നത്. ഗോപകുമാർ, ഈ ആദ്യം തന്നെ ഈ സൈക്കിൾ മുക്ക് എങ്ങനെ പേര് വന്നത്? ഇത് പണ്ട് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പം പഞ്ചായത്ത് ഇലക്ഷൻ ഒരു ആൾ നിന്നിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചിഹ്നം സൈക്കിളായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ പഴയ സൈക്കിൾ ഈ ആലിൽ കെട്ടിത്തൂക്കിയിട്ടു. അപ്പം അന്ന് പോലെ ഈ സൈക്കിൾ കണ്ട് അന്ന് മുതൽ ഇതൊരു സൈക്കിൾ മുക്ക് എന്നുള്ള പേര് കെട്ടിത്തു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക സൈക്കിൾ ദിനമാണ്. 2018 ഐക്യരാഷ്ട്ര സംഘടന ഈ ദിനത്തിന്റെ പ്രത്യേകത കൊണ്ടുവന്നത്. ഇത് ശരീരത്തിനും മനസ്സിനും വ്യായാമം നൽകുക, ഒപ്പം തന്നെ പാരിസ്ഥിതിക, അതായത് മറ്റ് പൊല്യൂഷനോ ഒന്നും തന്നെ ഇല്ലാതെ ശരീരത്തിനും മനസ്സിനും വ്യായാമം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ സൈക്കിളിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. തടിയിൽ നിർമ്മിച്ച സൈക്കിളാണ്. എങ്ങനെയാണ് ഈ തടിയിൽ ഈ സൈക്കിൾ നിർമ്മിക്കുന്നത്? സൈക്കിളിൻ്റെ, അതായത് നമ്മളിതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സംഘടിപ്പിച്ച് ഇതിൻ്റെ ലേഔട്ട് നമ്മൾ തയ്യാറാക്കി. നമ്മളത് അതിൻ്റെ വുഡ്, അതിന് വേണ്ടുന്ന വളവിൽ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മെഷീനിലാണ് ചെയ്ത് അങ്ങനെ ഇത് ഫിനിഷാക്കി എടുത്താണ്. അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ, ഈ തടിയാകുമ്പോൾ ഒടിഞ്ഞു പോവോ ഇല്ലെന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ ഈ എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണത്തിലേക്ക് എത്തിയതാക്കിയെന്ന് വിശദീകരിച്ചത്? ഇത് ഒടിയില്ലെന്ന് പറയാൻ കാരണം നമ്മൾ പ്ലൈവുഡിന്റെ ലെയർ ജോയിന്റ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞുള്ള ജോയിന്റ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒടിയാൻ സാധ്യതയില്ല, കാരണം സ്ട്രെങ്ത് കൂടുതലാണ്. പ്ലൈവുഡിന്റെ സ്ട്രെങ്ത് പോലെ തന്നെ ഇതിനും സ്ട്രെങ്ത് കിട്ടും, ഒടിയതില്ല. അപ്പൊ ഏതൊക്കെ ഭാഗത്താണ് ഈ തടി കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നത്? അത് നമ്മൾ ബാക്ക് വീലിന്റെ ആ ഭാഗം വരുന്നില്ലേ, അത് രണ്ടും ആ പ്ലൈവുഡിന്റെ ഒരു ലെയറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് വരുന്ന ഈ രണ്ട് ലെഗ്. ബാക്കി പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ സാധാരണ സൈക്കിളോ അത് ഓൺലൈനിൽ നമ്മൾ അതിന്റെ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുക്കുക. എത്ര സമയം വരെ എടുത്തു ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ? ഇത് ഞാൻ 5 ദിവസം, മാക്സിമം 5 ദിവസം. 5 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്തു. അപ്പൊ ആദ്യമായി ഇത് ആരെങ്കിലും ഇതിന്റെ ഓർഡറോ മറ്റോ വല്ലതും വന്നിട്ടുണ്ടോ ഇതുവരെ? എനിക്ക് നിലവിൽ 3 എണ്ണം കിടപ്പുണ്ട്, ഓർഡർ കിടപ്പുണ്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോ ഞാൻ ഡെമോ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരെണ്ണം, ഒരു പാർട്ടി വന്നാൽ നമുക്ക് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡെമോ വെച്ചിരിക്കുന്നത്. ഗോപകുമാർ ഈ പരമ്പരാഗത വിശ്വകർമ്മ സമുദായത്തില് ഈ ഇതുമായിട്ട് ഈ തടിപ്പണിയുമായിട്ടൊക്കെ നിർമ്മിക്കുന്ന ഒരു ഇതായിട്ടാണ്, സമുദായമായിട്ടാണ് അറിയുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ജംഗ്ഷന് വന്നപ്പോഴേ അച്ഛൻ ഇങ്ങനെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കാർ ഉണ്ടാക്കി, അത് ഓർമ്മയുണ്ടായില്ല? എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഓർമ്മയുള്ളൂ. കാര്യം വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അച്ഛൻ്റെ ചെറുപ്പത്തിൽ ചെയ്തത്. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സൈക്കിളിന്റെ ഒരു മെക്കാനിസം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് വീലുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഈ ചെയിനൽ സൈക്കിളിന്റെ ഒരു മെത്തേഡാണ് ഒരു പുള്ളിക്കാരൻ അത് യൂസ് ചെയ്തത്. അപ്പം ശരിക്കും കാറിന്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതൊരു ചവിട്ടുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ കാർ ഓടിക്കുന്ന രൂപത്തിലാണ് പുള്ളി അത് കൊണ്ടു നടന്നത്, റോഡിൽ കൂടെ തന്നെ. ഈ പറഞ്ഞ വാഹനങ്ങളൊന്നും വലിയ തിരക്കും കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ. എത്ര വർഷമായി ഈ കുമാർ ഫർണിച്ചർ വർക്ക്ഷോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഇപ്പം 36 വർഷമായി. ഈ എന്തൊക്കെ മേഖലകളിലായി ഈ കാർപ്പൻട്രിയിൽ എന്തൊക്കെ മേഖല? ഞങ്ങൾ ഇന്റീരിയർ വർക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതായത് വീടുകളിലേക്ക് വേണ്ടുന്ന കിച്ചൺ, ബെഡ്റൂം, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഫർണിച്ചറും ഈ ഇന്റീരിയർ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഞാൻ ടൈം കണ്ട് ചെയ്യുന്ന പണികളാണ്, ഇങ്ങനെയുള്ള പണികൾ. നമ്മള് മറ്റു ചെറിയ ചെറിയ മോഡലൊക്കെ കണ്ടുണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയാണ്? അത് നമ്മൾ വീട്ടിൽ, അതായത് കിച്ചണിൽ യൂസ് ചെയ്യാവുന്ന സെർവിങ് ബൗള്, സെർവ് ചെയ്യുന്ന ട്രേ, അങ്ങനെ കുറേ ഐറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
അത് ഞാൻ ഈ ഓൺലൈനിൽ ഒരു ആള് എനിക്ക് ഓർഡർ സ്ഥിരമായിട്ട് തരുന്നുണ്ട്, അവർക്ക് ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുട്ടികളുടെ ഈ കളിപ്പാട്ടങ്ങളും മറ്റുമൊക്കെ കണ്ടല്ലോ, അതൊക്കെ വളരെയധികം ആകർഷമായിട്ട് തോന്നുന്നുണ്ട്. അത് ഈ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വെക്കുന്നു, നമ്മൾ സെയിൽ അല്ലാണ്ട് നമ്മൾ സെയിൽ ചെയ്യാണ്. നമ്മൾ കടകളിൽ വന്ന ആൾക്കാർ വന്ന് വാങ്ങാറുണ്ട്. ഈ പള്ളിയുടെ മതുവായും മറ്റുമൊക്കെ ബാക്കി ഏതൊക്കെ തരത്തിലൊക്കെയാണ് ഓർമ്മകളൊക്കെ മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്നത്? പള്ളിയുടെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ചെയ്തത്. അത് മദ്ബാഹയ്ക്കകത്ത് വരുന്ന ത്രോണോസിൻ്റെ ഒരു കവറുണ്ട് ഫ്രണ്ടി വരുന്നത്, അത് നമ്മൾ 2 പള്ളികൾക്ക് ഇവിടെ അടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റേ കുടുംബവും മറ്റു കാര്യങ്ങളൊക്കെയോ? കുടുംബം എൻ്റെ അച്ഛനും അമ്മയുണ്ട്, പിന്നെ സഹോദരങ്ങളുണ്ട്. എനിക്ക് 2 മക്കളാണ്, 2 ആൺമക്കൾ. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകുന്ന ഈ സൈക്കിളിനെ കുറിച്ച് നമുക്ക് സൈക്കിൾ മുക്കിൽ തന്നെയാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഈ ദിനത്തിൻ്റെ പ്രത്യേകതയും അതേ തന്നെയാണ്. ഗോപകുമാർ എന്ന ഈ കലാപ്രതിഭ തടി കൊണ്ടാണ് ഈ സൈക്കിൾ നിർമ്മിച്ചിട്ടുള്ളത്. മറ്റുള്ള സൈക്കിളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിന് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ സൈക്കിളിനോടൊപ്പം തന്നെ മറ്റ് ഈ കരകൗശല വസ്തുക്കളൊക്കെ അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. അത് പരിസ്ഥിതിക്കും പ്രകൃതിക്കും കോട്ടം തട്ടാതെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ആരോഗ്യപ്രദാനം ചെയ്യുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് ഈ ദിനത്തിൽ സൈക്കിളുമായി ഗോപകുമാർ മുന്നോട്ട് പോകുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.